എല്ലാവർക്കും നമസ്കാരം. ദി ക്യൂക്കേഷൻ ലൈഫിലേക്ക് നമസ്കാരം. ഞാൻ സെൻസൈ രഞ്ജിത്ത്. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ കാന്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇപ്പോൾ മഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഒരു സന്ധ്യാസമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിന്ന് പ്രത്യേകമായിട്ട് വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും തടി കുറയാൻ ആഗ്രഹമുണ്ട്. എന്നാൽ അത് ഫുഡ് കൺട്രോൾ ചെയ്തിട്ടാണ് തടി കുറയുന്നത്. പക്ഷെ ആരും എക്സസൈസ് ചെയ്തിട്ട് അങ്ങ് ചലഞ്ച് ചെയ്ത് തടി കുറയ്ക്കുന്നില്ല. നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുള്ള ആ തടി കുറയുന്നുണ്ടല്ലോ, അത് നമ്മളെ ബ്രെയിനിന് തൊട്ട് നമ്മളെ ജോയിൻറ്റ്സ് തൊട്ട് നല്ല മസിൽസിന് വരെ കേടാണ്. കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജി അത് ഇന്നോ നാളേക്കുള്ളതല്ല. ആഫ്റ്റർ ഒരു കുറച്ച് വർഷം കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഫുഡിൽ നിന്ന് കിട്ടേണ്ട കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾ ആ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് തടി കുറയ്ക്കുന്നത് വളരെ വിഡ്ഢിത്തരാണ്. അത് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എക്സസൈസ് ചെയ്യൂ. നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ട് ഫാറ്റിനുള്ള ഫുഡുകൾ, ഫ്രൈ ഫുഡുകൾ, അതേമാതിരി ബേക്കറി ഫുഡുകൾ, അതേമാതിരി സ്വീറ്റ് മധുരമുള്ള ഫുഡുകളെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യൂ. തീർച്ചയായിട്ടും ഒരു 40 ദിവസം കൊണ്ട് നിങ്ങളെ ബോഡി ഫിറ്റാവുന്ന ഒരു എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ 40 ദിവസം കൊണ്ട് ഉറപ്പായിട്ടും ഫിറ്റായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, പക്ഷേ ആ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. നിങ്ങൾ കാലത്ത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കണ്ടൻറ്റ് കുറച്ചുകൊണ്ട് ക്വാളിറ്റി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിപ്പോൾ കടലയാവട്ടെ, ധാന്യങ്ങളാവട്ടെ, അതേമാതിരി നമ്മളെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണെങ്കിലും അതിൽ ഫ്രൈ ഫുഡ് ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ കുക്ക് ചെയ്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരിക്കലും ഫ്രൈ ഫുഡ് കഴിക്കുന്ന ചില ഓയിൽ സ്കിന്നിനോ അല്ലെങ്കിൽ ചില സീതാ ബോഡി എന്ന് പറയും, വെള്ളം കഴിച്ചാൽ പിടിക്കുന്ന ബോഡി ഉണ്ട്. വെള്ളം കഴിച്ചാലും ആ ബോഡി ക്യാച്ച് ചെയ്യുന്ന ബോഡികളുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് അതൊരു ഫിസിക്കൽ ട്രെയിനറെ എടുത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹം പറയുന്നത് എങ്ങനെയായിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ വെള്ളം കുടിച്ചാൽ പിടിക്കുന്ന ബോഡിയിൽ ഫ്രൈ ഫുഡുകളോ അല്ലെങ്കിൽ ഷുഗർ കൂടിയ ഭക്ഷണങ്ങൾ ചെന്നാലോ ഉറപ്പായിട്ടും തടിച്ചിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തടി കുറയാൻ ആഗ്രഹമുണ്ടോ? ഞാൻ ചെയ്യുന്ന ഈ എക്സസൈസ് നിങ്ങൾ വളരെ ചെറിയ അളവിൽ 40 ദിവസം കൊണ്ട് നിങ്ങൾ ബോഡി ഫിറ്റായിരിക്കും. നോക്കൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. സെക്കൻഡ് സെക്ഷൻ വന്നിട്ട് നമ്മൾ ആദ്യം റണ്ണിങ് കൊടുത്തു, രണ്ടാമത്തെ നമ്മൾ സ്കിപ്പിംഗ് ആണ്. ചിലവർക്ക് ചിലപ്പോൾ ബോഡി വെയിറ്റ് കാരണം സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന വരില്ല. അപ്പോൾ സ്കിപ്പ് എങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ തുടക്കം നോക്കൂ. ഇതിങ്ങനെ ഇത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ശബ്ദം കേൾക്കട്ടെ. 2 3 4 5 6 7 8 9 10 1 2 ഇതിൻ്റെ ആ റിതം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഈ റോപ്പിൻ്റെ ഗ്രൗണ്ടിൽ തട്ടുന്ന റിതം നമുക്ക് കേട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈസി ആയി ചെയ്യാൻ കഴിയും. നോക്കൂ, കമ റെഡി. 1 2 3 4 5 6 7 8 നമ്മളെല്ലാം ആദ്യം ഒരു 25 ടൈം, 50 ടൈം, 100 ടൈം അങ്ങനെ കൂട്ടി കൊണ്ടുവരാം. സ്കിപ്പിങ്ങിന് ഭയങ്കര ബോഡിനെ വൈബ്രേഷൻ ചെയ്യാനുള്ള കഴിവ് സ്കിപ്പിങ്ങിന് നന്നായിട്ടുണ്ട്. ബോഡിയിലെ ഫാറ്റ് വേഗം ബേൺ ചെയ്യും, ബോഡി മസിൽ സ്ട്രോങ് ആവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത് റണ്ണിങ് കഴിഞ്ഞ പാട് നമ്മൾ സ്കിപ്പിംഗ് കൊടുക്കുക, എക്സസൈസ് കൊടുക്കുക. അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കൂ. നിങ്ങൾക്ക് കഴിയുന്നത് 10 കൗണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 10 കൗണ്ട് ചെയ്യുക. അതിൽ 25 30 50 ഒക്കെ ചെയ്യാൻ കഴിയുന്ന നിങ്ങൾക്ക് കുറേശ്ശെ കൂട്ടിക്കൊണ്ടുവരാം. ഓക്കെ. ഒരു 3 ഡേയ്സ് കൂടുമ്പോൾ ഒരു 5 കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാം. ലുക്ക് ഹിയർ. 1 2 3 4 5 6 7 8 9 10. Come on, wide. 1 2 3 7 8 9 10 1 2 3 4 5 6 7 8 9 10. Left to right. 1 2 3 4 8 9 10 1 2 3 4 5 6 7 8 9 10. Hip rotation. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10.
ഓക്കെ, ഇനി ഒരു 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 5 മിനിറ്റ് സ്പീഡ് വാക്കിംഗ് ചെയ്യുക. ഓക്കെ, നമ്മൾ റണ്ണിങ് കഴിഞ്ഞ് സ്കിപ്പിംഗ് കഴിഞ്ഞ് ജമ്പിങ് ഒരു 4 ടൈപ്പ് ജമ്പിങ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇത്തിരി കിതപ്പ് ഉണ്ടെന്ന് തോന്നുകയാണ്. കുറച്ച് വാക്കിംഗ് കൊടുക്കുക, സ്പീഡിൽ വാക്കിംഗ് ചെയ്യുക. കുറച്ച് വൈബ്രേഷൻ ബോഡിക്ക് വൈബ്രേഷൻ കൊടുക്കുക. Yes. Come on. Yes. 6, 7, 8, 9, 10. Some. See. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2. See. 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Come on, 1, 2, 3, 4, 5, 6, 7, 8, 9. Again walking കൊടുക്കുക. അപ്പം നമ്മൾ കുറച്ച് ബോഡി വല്ലാണ്ട് കിതപ്പ് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു വാക്കിംഗ് കൊടുക്കുക. വാക്കിംഗ് കൊടുത്തതിന് ശേഷം ചെറിയ സ്ട്രെച്ചിങ് കൊടുക്കുക. സി വൈഡ് ലെഗ്. ഓക്കെ, come on, same hand up, side stretching. 1, up 2, up 3, up 4, up 7, up 8, up 9, up 10. ഓക്കെ, ബോഡി ടൈൻ ചെയ്യുക. സി നോസ് ടച്ച് ചെയ്യുക, കാലിൻ്റെ നീല്. up change, up change, up change, up change, up. ഇനി വൈഡ് റൊട്ടേഷൻ കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2. See, 7, 8, 9, 10. Side stretching കൊടുക്കുക. See, up change, up change, up change. Yeah, കുറച്ച് സ്ട്രെച്ചിങ് കൊടുക്കുക. പറ്റുമെങ്കിൽ അത്ര സ്ട്രെച്ചിങ് കൊടുക്കുക. 1, 2, 1, 2, 3. ഹിപ്പ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക. 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Again body skipping കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Wide. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Left to right. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കുറച്ച് സ്ക്വാട്ട് കൊടുക്കുക. 1, 2, 3, 4, 6, 7, 8, 9, 10. ജമ്പി സ്ക്വാട്ട് കൊടുക്കുക. സി 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Same third count. Okay, third count. See, jump കൊടുക്കുക. Hey, 1. Yes. 2. Yes. 3. Yes. 4. Yes. 5. Yes. 6. Yeah. 7. 8. 8. 9. 10. Yes. ഓക്കെ, ഇനി കുറച്ച് വാക്കിംഗ് കൊടുക്കുക. ഓക്കെ, ബോഡിക്ക് അത്യാവശ്യമായ കുറച്ച് ബോഡി ചിലപ്പോൾ ബോഡി പമ്പിങ് കൊടുത്തിട്ടുണ്ടാവും. ഇത് വാക്കിംഗ് കൊടുക്കുക. Ready? See, right support here. See, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1. 4,
5, 6, 7, 8, 9, 10. Okay, now out. See side. 1, 2, 3, 4, 5, 6. Nine, 10. Very good. ഇനി കുറച്ച് അബ്ഡോമിനുള്ള ട്രെയിനിങ് എങ്ങനെ നോക്കട്ടെ. നമ്മൾ ചെയ്ത കാർഡിയോ ട്രെയിനിങ് കണ്ടില്ലേ? ഇതിന് ശേഷം നമ്മൾ ഒരു 3 ടെക്നിക്ക് അബ്ഡോമിന് കൊടുക്കണം. വയറിന് പ്രത്യേകമായി ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ വയറിന് ഭയങ്കര പെട്ടെന്ന് ഫീൽ ചെയ്യും. കാരണം ചില സ്കിന്ന് വേഗം പുറത്തേക്ക് വൾജ് ചെയ്യുന്ന സ്കിന്നായിരിക്കാം. അപ്പം ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും വയറിന് ട്രെയിനിങ് അത്യാവശ്യമാണ്. നമ്മൾ ഇന്നർ മസിൽ സ്ട്രോങ് ആവുന്നതിനനുസരിച്ച് നമ്മളെ ബോഡി പവർ കൂടും, നമ്മളെ ജോലിയിലെ പ്രവർത്തനം കൂടും, നമ്മൾ നടക്കുമ്പോഴൊക്കെ ഒരു ഫിറ്റ് ഫീൽ ചെയ്യും. ഓക്കെ, നോക്കൂ കേട്ടോ. Close your hand, head up. See, leg up and down. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9. കാൽമുട്ട് നിവർന്നിരിക്കണം, കാലിൻ്റെ നീ നിവർന്നിരിക്കണം, കാലിൻ്റെ ടോൾ സ്ട്രെച്ച് ചെയ്തിരിക്കണം. 4, 5, 6, 7. ആദ്യം നമുക്ക് എത്ര 10 കൗണ്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു 1 വീക്ക് 10 കൗണ്ട് ചെയ്യുക. പിന്നീട് 1 വീക്ക് കഴിഞ്ഞാൽ എഗിൻ 20 ടൈം കൊടുക്കുക. എഗിൻ 1 വീക്ക് കഴിഞ്ഞാൽ 30 ടൈം, 40 ടൈം, 50 ടൈം ചെയ്യുക. കണ്ടോ, കണ്ടിന്യൂ ചെയ്താൽ നല്ല അബ്ഡോമൻ മസിൽ നല്ല സ്ട്രോങ് ആവും. ശേഷം ഒരു 5 സെക്കൻഡ് റിലാക്സ് ചെയ്യുക. റെഡി? സെയിം ടെക്നിക് ഉണ്ട്. സെക്കൻഡ് വൺ. സി, ലുക്ക് ഹിയർ. അപ്പ്, മേലോട്ട് കൊണ്ടുപോയി മടക്കി സ്ട്രൈറ്റ് ചെയ്യുക. സി, അപ്പ്, 2, yes, 3, 4, 5, 6, 7, 8, 9, 10. അതിൻ്റെ റിവേഴ്സ് ചെയ്യണേ. സി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിങ്ങൾ എത്ര 3 കൗണ്ട് ചെയ്യണമെങ്കിൽ 3 കൗണ്ട് റിവൈസ് ചെയ്ത് കൊടുക്കണം. അതല്ല 5 കൗണ്ട് തന്നെ 5 കൗണ്ട് റിവൈസ് ചെയ്യണം. അതല്ല 10 കൗണ്ട് ചെയ്യണമെങ്കിൽ 10 കൗണ്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, ഫോർവേഡ് റിവൈസ് അത്യാവശ്യമാണ്. തേർഡ് വൺ. സി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കണ്ടിന്യൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. One more. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Body relax ചെയ്യാം. Breathing. നമസ്കാരം. നിങ്ങളൊരു 40 ഡേയ്സ് 40 ദിവസം കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഫീൽ ഉണ്ട്. കാരണം ഞാനും ഇടയ്ക്കെല്ലാം ബോഡി റെസ്റ്റ് കൊടുക്കുമ്പോൾ ബോഡി ഫാറ്റ് ആവും. എഗെയിൻ 40 ദിവസം കൊണ്ട് ഇത് ഫിറ്റ് ആവും. ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ എഗെയിൻ 40 ദിവസം കൊണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാം കുറേശ്ശെ ചെയ്ത് അങ്ങ് ഒരു 3 വീക്ക് 4 വീക്ക് 1 മന്ത് ഒക്കെ ആകുമ്പോഴത്തേന് അങ്ങ് സ്ട്രോങ് ആക്കി കൊണ്ടുവരിക. തീർച്ചയായിട്ടും നിങ്ങൾ ഉഷാറായിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമ്മളെ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഒരു നേരെ കഴിക്കാൻ പാടുള്ളൂ. നിങ്ങൾ കാലത്ത് ദോശയോ ഇഡ്ഡലിയോ അല്ലാത്ത പുട്ടോ കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അരി ഭക്ഷണം ഉച്ചയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ചപ്പാത്തിയോ ഗോതമ്പത്തിൻ്റെ ഉണ്ടാക്കിയ എന്ത് ഭക്ഷണം കഴിക്കുക. വൈകുന്നേരം 7 മണിയാകുമ്പോഴത്തേനും ഭക്ഷണം കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കുക. ഫാറ്റ് ഫുഡ് ആവരുത്. 7 മണിക്ക് ശേഷം നിങ്ങൾ ഭക്ഷണം കഴിക്കരുത്. നിങ്ങൾ 3 ടൈം ഭക്ഷണം കഴിക്കുക. പക്ഷേ ഒരു മനുഷ്യൻ 2 നേരം ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ എന്തായാലും അത് സൈഡ് എഫക്റ്റായി ഭാവിയിൽ കൊളസ്ട്രോളോ ഷുഗറോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് ഫാറ്റോ എന്തെങ്കിലും ആയി ബോഡിയിൽ ഫീൽ ചെയ്യും. കുറച്ച് ആഫ്റ്റർ ഒരു 40-45 ഏജൊക്കെ ആകുമ്പോഴത്തേന് നിങ്ങൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആരും ആയെങ്കിലും അവർക്ക് എന്തായാലും സൈഡ് എഫക്റ്റ് ഷുഗറായിട്ടോ കൊളസ്ട്രോളായിട്ടോ അല്ലെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ തൈറോയിഡായിട്ടോ യൂറിക് ആസിഡായിട്ടോ പുറത്തേക്ക് വന്നേ തീരും. അതങ്ങനെയാണ്. ഒരു മനുഷ്യന് വേണ്ടത് 2 നേരം ഭക്ഷണമാണ്. രാവിലെ നന്നായി ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് നന്നായി ഭക്ഷണം കഴിക്കുക. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 7-7:30 ആകുമ്പോഴത്തേന് നിങ്ങൾ ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക. ഈ മുസമ്പി ജ്യൂസാ അല്ലെങ്കിൽ വെജിറ്റബിൾ സലാഡാ അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡാ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക. ഇടയ്ക്കെല്ലാം ഭക്ഷണങ്ങൾ മാറ്റി നല്ല ഇലവർഗ്ഗങ്ങൾ ധാരാളം ഉപ്പേരി വെച്ചിട്ടോ വേവിച്ചിട്ടോ കഴിക്കുക. മുരിങ്ങയില ചീരയില ഒക്കെ ബോഡിയിൽ രാത്രിയിൽ വേണ്ടത് നെർവസ് സിസ്റ്റത്തിനുള്ള അതിനെ ഉത്തേജിക്കാനുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. മുരിങ്ങയില കഴിക്കുന്നത് എല്ലാ ഞരമ്പുകളും നല്ല ഉണർവും ഉന്മേഷമാകും.
ചീര ഇലകൾ കഴിക്കുന്നത് പുതിയ ബ്ലഡ് ഉണ്ടാവാനും നമ്മളെ ശരീരത്തിലെ അഴുക്കുകൾ പുറത്തു പോകാനും സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇത് 40 ദിവസം ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അഥവാ ഇനി പെട്ടെന്ന് അറിയിക്കണം എന്ന് തോന്നുകയാണ്, ഒരു മെസ്സേജ് എനിക്ക് അറിയിക്കണം ഭക്ഷണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ചോ, അല്ല രാത്രിയിൽ എന്ത് ഭക്ഷണം കഴിക്കണം, പകൽ എന്ത് ഭക്ഷണം കഴിക്കണം, നിങ്ങളെ ബോഡി വെയിറ്റ് എത്രയാണ്, നിങ്ങളെ ഹൈറ്റ് എത്രയാണ്, നിങ്ങളെ സ്കിന്നിന് പ്രത്യേകത ഉണ്ടോ ഒക്കെ പറഞ്ഞു തരണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ID ഉണ്ട്, നിങ്ങൾ അതിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ യൂട്യൂബിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും 40 ദിവസം കൊണ്ട് നിങ്ങൾ ഫിറ്റായിരിക്കും. ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ബോഡി അങ്ങ് ഫിറ്റാവും. ഇത് വെറുതെ പറയില്ല. കാർഡിയോ ട്രെയിനിങ് കൊടുക്കുക. ബോഡിക്ക് വേണ്ടത് വൈബ്രേഷൻ ട്രെയിനിങ് ആണ്. ഓക്കെ, മസിൽസിന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫുഡ് കുറയ്ക്കുമ്പോൾ എഗും മസിൽ പോവും. അതല്ല നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് എടുത്തിട്ട് ഭക്ഷണം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. എന്ന് വെച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ നടക്കുകയോ ഇരിക്കുകയോ ചെയ്ത് ബോഡിയിൽ പല പ്രശ്നങ്ങളുണ്ടാവും. നമുക്കൊരു ഏജിൽ കിട്ടേണ്ട കണ്ടൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ജോയിൻറ്റ് പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ബോഡിയിൽ സ്റ്റാമിന ഇല്ലാതെ അല്ലെങ്കിൽ ബോഡിക്ക് ക്ഷീണമായിട്ട് നമുക്ക് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ ബോസ്, വീണ്ടും സന്ധിപ്പം വരെ വണക്കം.